നമസ്കാരം. തൂക്കിലേറ്റപ്പെടുന്ന ആളുടെ ചെവിയിൽ ആരാച്ചാർ അവസാനമായി പറയുന്നതെന്ത്? ഏറ്റവും വലിയ ശിക്ഷക്കൊടുവിൽ സംഭവിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇന്നും വധശിക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് തൂക്കിലേറ്റൽ. 1857 രാജ്യത്ത് ആദ്യത്തെ വധശിക്ഷ നടപ്പിലാക്കിയത്. സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത 2 പേരെയാണ് അന്ന് തൂക്കിലേറ്റിയത്. ഇതോടെയാണ് രാജ്യത്ത് വധശിക്ഷ ആരംഭിച്ചത്. തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയോട് പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകളും മര്യാദകളും നിലവിലുണ്ട്. ഒരു പ്രതിയെ തൂക്കിക്കൊല്ലുമ്പോൾ 4 പേരുടെ സാന്നിധ്യം അനിവാര്യമാണ്. ജയിൽ സൂപ്രണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഡോക്ടർ, ആരാച്ചാർ എന്നിവരാണ് ഈ 4 പേർ. ഇവരിൽ ഒരാൾ ഇല്ലെങ്കിൽ പോലും വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. ജയിലിനുള്ളിലെ മറ്റു തടവുകാരെയോ ദൈനംദിന പ്രവർത്തനങ്ങളെയോ ബാധിക്കാതെ വേണം വധശിക്ഷ നടപ്പിലാക്കാൻ. അതുകൊണ്ട് തന്നെ പുലർച്ചെയാണ് രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയുടെ മൃതദേഹം രാവിലെ തന്നെ മറ്റു നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. തൂക്കുകയർ മുറുകി വധശിക്ഷ നടപ്പാക്കിയ ശേഷം തൂക്കിലേറ്റപ്പെട്ടയാളോട് ആരാച്ചാർ ക്ഷമ ചോദിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയുടെ മതം അനുസരിച്ച് മാപ്പ് ചോദിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. പ്രതി ഹിന്ദുവാണെങ്കിൽ റാം റാം എന്നായിരിക്കും ചെവിയിൽ പറയുക. മുസ്ലിം ആണെങ്കിൽ സലാം എന്നും, ക്രിസ്ത്യൻ ആണെങ്കിൽ പ്രേഡ് ദി ലോർഡ് എന്നും പറയും. ഒരു വ്യക്തിയെ തൂക്കിലേറ്റാനുള്ള കയർ നിർമ്മിക്കുന്നതും വധശിക്ഷയ്ക്ക് ശേഷം ഇതേ കയർ കൊണ്ടുപോകുന്നതും ആരാച്ചാർ തന്നെയാണ്. തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയുടെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കും. 1642 ചാൾസ് രാജാവിന്റെ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഇംഗ്ലണ്ടിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്.